ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. എനിക്കെന്റെ രക്ഷകാ മുഖമൊന്നു കാണണം, കൊതി തീരുവോളമെൻ കണ്ണുകൾക്ക്. എനിക്കെന്റെ രക്ഷകാമുഖമൊന്നു കാണണം, കൊതി തീരുവോളമെൻ കണ്ണുകൾക്ക്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമത്താൽ സർവ്വവും ഭൂമിയിൽ നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരായ മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾക്ക് വിടാതെ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമത്താൽ സർവ്വവും ഭൂമിയിൽ നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരായ മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു.
ഞങ്ങൾ അനുസ്മരിക്കുന്നു. പാപത്തിന്റെയും മരണത്തിന്റെയും വിജയത്തിൽ ഞങ്ങളെയും കാലുകളാക്കണമേ. അവിടുത്തെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും ഫലങ്ങൾ പ്രാപിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായേക്കും. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്തുകൊണ്ട് അങ്ങയെ ഉപേക്ഷിച്ചു? എന്റെ ദൈവമേ, എന്റെ ദൈവമേ, അങ്ങയോട് മനുഷ്യരുടെ എന്നെ ഏൽപ്പിച്ചുകൊടുക്കരുത്. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്തുകൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ചു? എന്റെ ദൈവമേ, പകൽ സമയം ഞാൻ അങ്ങയെ വിളിച്ചു, അങ്ങയെ ഉത്തരമറിയില്ല. രാത്രിയിൽ ഞാൻ അങ്ങയെ വിളിച്ചു, അങ്ങനെക്കായി കാത്തിരുന്നില്ല. അങ്ങ് പരിശുദ്ധനാകുന്നു, അങ്ങയുടെ മഹിമയിൽ ഇസ്രായേൽ വസിക്കുന്നു. എന്റെ പിതാക്കന്മാർ അങ്ങിൽ ആശ്രയിച്ചു, അവർ അങ്ങിൽ ശരണം വെച്ചു, അപ്പോൾ അങ്ങ് അവരെ രക്ഷിച്ചു. അങ്ങയുടെ പക്കൽ നിന്ന് വിളിച്ചതിനാൽ അവർ രക്ഷിക്കപ്പെട്ടു. അങ്ങയെ ആശ്രയിച്ചതിനാൽ അവർ വിജയിച്ചില്ല. ഞാൻ മനുഷ്യനല്ല, കൃപയാകുന്നു. മനുഷ്യരുടെ വിഷയവും ജനങ്ങളുടെ വികാസപാത്രവുമാകുന്നു. എന്നെ കണ്ടവരെല്ലാം എന്നെ അവഹേളിച്ചു. വികൃതമായ ആംഗ്യങ്ങളോടെ അവർ തലയാട്ടി. കർത്താവ് രക്ഷിക്കുമെന്ന് അവർ പ്രത്യാശിച്ചു. അവൻ സുഹൃതനെങ്കിൽ കർത്താവ് അവനെ രക്ഷിക്കട്ടെ. എന്റെ കൈകളും കാലുകളും അവർ തുളച്ചു, അസ്ഥികളെല്ലാം എണ്ണാറായി. അവരെന്നെ തുറച്ചു നോക്കി. എന്റെ വസ്ത്രം അവർ ഭാഗിച്ചെടുത്തു. അങ്ങയ്ക്ക് വേണ്ടി അവർ കാത്തിട്ടു. കർത്താവേ, അങ്ങയിൽ നിന്ന് അകന്നു പോകരുതേ. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്റെ സഹായത്തിന് വേഗം വരണമേ. വാളിൽ നിന്ന് എന്റെ ജീവനെ രക്ഷിക്കണമേ. ഏകാഗ്രതയെ അണകളിൽ നിന്ന് മോചിപ്പിക്കണമേ. സിംഹത്തിന്റെ വായിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. അഹങ്കാരിയുടെ ഗമിൽ നിന്ന് എളിയവനായി എന്നെ വിടുവിക്കണമേ. അവിടുന്ന് വല്ലുന്ന മുഖം തിരിച്ചില്ല. അവൻ വിളിച്ചപ്പോൾ അവിടുന്ന് ശ്രമിച്ചു. വലിയ സമൂഹത്തിൽ എന്റെ മഹത്വം അങ്ങയുടെ പക്കൽ കാണുന്നു. ഭക്തർ കാണുകെ എന്റെ രക്ഷകനായി നിറവേറ്റും. ദരിദ്ര ഭക്ഷിച്ച് തൃപ്തരാകും. കർത്താവിനെ തേടുന്നവരുടെ സ്തുതിക്കും. സമുദ്രായ നിന്നും സേവിക്കും. ഭൂവാസികളെല്ലാം കർത്താവിനെ സ്തുതിക്കട്ടെ. അവരുടെ പക്കലിൽ തിരിയട്ടെ. തലമുറകളെല്ലാം തിരുമുമ്പിൽ പ്രണമിക്കട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യം കർത്താവിന്റേതാകുന്നു. ജനതകളെ അവനും അവിടുന്നാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദിവസം മുഴുവൻ ഞങ്ങൾ അങ്ങയെ സ്തുതിച്ചു. എന്നും അങ്ങയുടെ നാമം പ്രകീർത്തിച്ചു. ഇപ്പോൾ ഞങ്ങളെ സ്മരിച്ചു. ഞങ്ങളെ ഞങ്ങളുടെ ശരീരത്തോടൊപ്പം വന്ന് പുറപ്പെട്ടില്ല. ഇതിനോട് ഞങ്ങൾക്ക് ഇടവരുത്തി. ശത്രുക്കൾ ഞങ്ങളെ കൊള്ളയടിച്ചു. കൊലപ്പെടുന്നവരെ പോലെ അങ്ങയെ ഓർത്തു നൽകി. ജനതകളിൽ ഞങ്ങളെ ചിതറിച്ചു. സ്വന്തം ജനത്തെ വിലയില്ലാതെ വെച്ചു. അവരുടെ വില വർദ്ധിപ്പിച്ചില്ല. അയൽക്കാരെ പ്രകാശവിഷയമാക്കി. ചുറ്റുമുള്ളവർക്കാക്കി. ജനതകളുടെ മധ്യത്തിൽ ഞങ്ങളെ പൺമുടിയാക്കി. ജനതകൾക്കിടയിൽ അവഹേളിതരാക്കി. ദിവസം മുഴുവൻ ഞാൻ അപമാനിതനാകുന്നു. ആവരണം ചെയ്തു. നിന്റെയും ദുഷ്ടന്റെയും സ്വരമുയർന്നു. പ്രതികാരം ചെയ്യുന്ന ശത്രു എന്റെ മുൻപിൽ. ഇതെല്ലാം ഞങ്ങൾക്ക് സംഭവിച്ചു. എങ്കിലും ഞങ്ങൾ അങ്ങയെ മറന്നില്ല. അങ്ങയുടെ ഉടമ്പടി ഞങ്ങൾ ലംഘിച്ചില്ല. പിന്നോട്ട് ഞങ്ങൾ തിരിഞ്ഞില്ല. അങ്ങയുടെ മാർഗത്തിൽ നിന്ന് മാറിയില്ല. എന്നിട്ടും അങ്ങയുടെ നാമം ഞങ്ങൾ വിസ്മരിച്ചില്ല. അനുദേവന്മാരുടെ നേർക്ക് കൈനീട്ടിയില്ല. ഇതെല്ലാം പരിശോധിക്കുന്ന ദൈവമാകുന്നു. ഹൃദയവിചാരങ്ങൾ അവഗണിക്കുന്നു. അങ്ങേ പ്രതിയാദിനം ഞങ്ങൾ വധിക്കപ്പെടുന്നു. അറുക്കാനുള്ള ആടുകളെ പോലെ ദണ്ഡിക്കപ്പെടുന്നു. തിരുമുഖം ഞങ്ങൾ തിരിക്കരുതേ. അങ്ങയുടെ കാഴ്ചയും ഞെരുക്കവും മറക്കരുതേ. കർത്താവേ, കരുണപൂർവ്വം എഴുന്നേൽക്കണമേ. ഞങ്ങളെ സഹായിച്ച് രക്ഷിക്കണമേ.
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമേ എന്നോട് കരുണ തോന്നണമേ. എന്തുകൊണ്ടെന്നാൽ മനുഷ്യനെ ചവിട്ടി ഭരിക്കുന്നു, യോദ്ധാവ് ദിവസം മുഴുവൻ എന്നെ ഞെരുക്കുന്നു. രാവും പകലും ഞാൻ ഭയപ്പെടുകയില്ല, എന്തുകൊണ്ടെന്നാൽ ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. ഞാൻ ഭയപ്പെടുകയില്ല, മനുഷ്യനോട് എന്ത് ചെയ്യാനാകും? അപായപ്പെടുത്തുവാനുള്ളവരിൽ കാത്തിരിക്കുന്നവനെ പോലെ അവരുടെ കാൽപ്പാടുകൾ നിരീക്ഷിക്കുന്നു. ദൈവമേ, എന്റെ വിശ്വാസം ഞാൻ അങ്ങയെ അറിയിച്ചു. എന്റെ നേർക്കടങ്ങൾ തിരിശ്രുതിയിൽ സൂക്ഷിക്കണമേ. അങ്ങയുടെ ഗ്രന്ഥത്തിൽ അവ രേഖപ്പെടുത്തണമേ. ദൈവവചനം ഞാൻ കേൾക്കുന്നു, ദൈവത്തിൽ സമാശ്രയിക്കുന്നു. എന്റെ ആത്മാവിനെ മനത്തിൽ നിന്നും പാലങ്ങളെ വീഴ്ചയിൽ നിന്നും സംരക്ഷിച്ചു. എന്റെ ദൈവമേ, എന്തുകൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ചു? എന്റെ ദൈവമേ, അങ്ങേ ഒളിക്കുന്ന മനുഷ്യന്റെ കയ്യിൽ എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുതേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യർക്ക് നൽകിയ നന്മകൾക്കായി അങ്ങയുടെ മഹനീയ ഹിതത്തിന്റെ ഭാഗ്യപൂർണ്ണവും പരിശുദ്ധമായ നാമത്തിലെ ബഹുമാനവും ആരാധനയും സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഞങ്ങൾ പാടുന്നു ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മധ്യനു നിത്യമഹോന്നതമാ ഉദ്ധാരം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൽ എന്റെ കർത്താവേ, ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. എപ്പോഴും നിനക്ക് സ്തുതിയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാലനാം സർവേശ പരിപാലനാം ബലവാനേ പരിപാലനാം മഹത്യനേ കാരുണ്യം നീ ചൊരിയണമേ. ശ്രദ്ധയോടെ കേൾക്കുകയും ഉൽപ്പത്തി പുസ്തകത്തിലുള്ള വായന ശ്രദ്ധിക്കട്ടെ. പിന്നീടൊരിക്കൽ ദൈവം അബ്രാഹത്തെ പരീക്ഷിച്ച് അവിടുന്ന് വിളിച്ചു. അബ്രാഹം, ഇതാ ഞാൻ അവനോട് കേട്ടു. നീ സ്നേഹിക്കുന്ന നിന്റെ ഏകമകൻ ഇസഹാക്കിനെയും കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്തേക്ക് പോവുക. അവിടെ ഞാൻ കാണിച്ചു തരുന്ന മലമുകളിൽ നീ അവനെ എനിക്ക് ഒരു ദഹനബലിയായി അർപ്പിക്കണം. അബ്രാഹം അതിരാവിലെ എഴുന്നേറ്റ് കഴുതിക്ക് ചീനിയിട്ട് 2 വേലക്കാരെയും മകൻ ഇസഹാക്കിനെയും കൂട്ടി ബലിക്ക് വേണ്ട വിറകും കീറിയെടുത്ത് ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് പുറപ്പെട്ടു. 3-ാം ദിവസം അവൻ തലയുയർത്തി നോക്കിയപ്പോൾ അകലെ ആ സ്ഥലം കണ്ടു. അവൻ വേലക്കാരോട് പറഞ്ഞു, കഴുതിയുമായി നിങ്ങളിവിടെ നിൽക്കുക, ഞാനും അവനും അവിടെ പോയി ആരാധിച്ച് തിരിച്ചു വരാം.
അബ്രാഹാം ലഹനബലിക്കുള്ള വിറകെടുത്ത് മകൻ ഇസ്ഹാക്കിന് ചുവട്ടിൽ വെച്ചു. കത്തിയും തീയും അവൻ തന്നെ എടുത്തു. അവർ ഒരുമിച്ച് മുന്നോട്ട് നടന്നു. ഇസ്ഹാക്ക് തന്റെ പിതാവായ അബ്രാഹത്തെ വിളിച്ചു. പിതാവേ, എന്താ മകനെ? അവൻ വിളി കേട്ടു. ഇസ്ഹാക്ക് പറഞ്ഞു, തീയും വിറകുമുണ്ടല്ലോ, എന്നാൽ ലഹനബലിക്കുള്ള കുഞ്ഞാട് എവിടെ? അവൻ മറുപടി പറഞ്ഞു, ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തന്നെ തരും. അവർ ഒന്നിച്ച് മുന്നോട്ട് പോയി. ദൈവം പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ അബ്രാഹാം അവിടെ ഒരു ബലിപീഠം പണിതു. വിറക് അടുക്കി വെച്ചിട്ട് ഇസ്ഹാക്കിനെ ബന്ധിച്ച് വിറകിന്റെ മീതെ കിടത്തി. മകനെ ബലി കഴിക്കാൻ അബ്രാഹാം കത്തി കയ്യിലെടുത്തു. തൽക്ഷണം കർത്താവിന്റെ ദൂതൻ ആകാശത്ത് നിന്ന് അബ്രാഹാം അബ്രാഹാം എന്ന് വിളിച്ചു. ഇതാ ഞാൻ, അവൻ വിളി കേട്ടു. കുട്ടിയുടെ മേൽ കൈവയ്ക്കരുത്, അവനെ ഒന്നും ചെയ്യരുത്. നീ ദൈവത്തെ ഭയപ്പെടുന്നത് എനിക്കിപ്പോൾ ഉറപ്പായി. കാരണം നിന്റെ ഏകപുത്രനെ എനിക്ക് തരാൻ നീ പണി കാണിച്ചില്ല. അബ്രാഹാം തലപൊക്കി നോക്കിയപ്പോൾ തന്റെ പിന്നിൽ മുൾച്ചെടികൾക്കിടയിൽ മുമ്പോടെ കിടക്കുന്ന ഒരു മുട്ടാടിനെ കണ്ടു. അവൻ അതിനെ മകന് പകരം ദഹനബലി അർപ്പിച്ചു. അബ്രാഹാം ആ സ്ഥലത്തിന് യാഹ്വേ എന്ന് പേരിട്ടു. കർത്താവിന്റെ മലയിൽ അവിടുന്ന് വേണ്ടത് പ്രദാനം ചെയ്യുന്നുവെന്ന് ഇന്നുവരെയും പറയപ്പെടുന്നു. കർത്താവിന്റെ ദൂതൻ ആകാശത്ത് നിന്ന് വീണ്ടും അബ്രാഹാത്തെ വിളിച്ചു പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു, നീ നിന്റെ ഏകപുത്രനെ പോലും എനിക്ക് തരാൻ പണി കാണിക്കായതുകൊണ്ട് ഞാൻ ശപഥം ചെയ്യുന്നു, ഞാൻ നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും. നിന്റെ സന്തതികളെ ആകാശത്തിന്റെ നക്ഷത്രങ്ങൾ പോലെയും കടൽത്തീരത്തെ മണൽത്തരി പോലെയും ഞാൻ വർദ്ധിപ്പിക്കും. ശത്രുവിന്റെ മക്കളെ കവാടങ്ങൾ അവർ പിടിച്ചെടുക്കും. നീ എൻ്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട് നിന്റെ സന്തതിയിലൂടെ ലോകത്തെ ജനതകളെയെല്ലാം അനുഗ്രഹിക്കപ്പെടും. അബ്രാഹാം എഴുന്നേറ്റ് തന്റെ ബാലക്കാരെ അടുത്തേക്ക് ചെന്നു. അവരൊന്നിച്ച് ബേർശബയിലേക്ക് തിരിച്ചുപോയി. അബ്രാഹാം അവിടെ ബേർശബയിൽ പാർത്തു. കർത്താവിന്റെ ജീവന്റെ ശക്തിയാകുന്നു. ആരുടെ മുമ്പിൽ ഞാൻ പരിഭ്രമിക്കണം? ഒരു കാര്യം കർത്താവിനോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, അത് തന്നെ ഞാൻ അപേക്ഷിക്കുന്നു. കർത്താവിനെ അങ്ങയെ വിളിക്കുമ്പോൾ എന്റെ സുരക്ഷ നിൽക്കണമേ, എനിക്ക് ഉത്തരമരുളണമേ. എന്റെ സഹായകനായ കർത്താവേ, അങ്ങയുടെ ദാസനായ എന്നെ കോപത്തോടെ ശിക്ഷിക്കരുതേ. എന്റെ വഴികൾ തന്നെ ഏൽപ്പിക്കരുതേ. എനിക്കെതിരായ പല സാക്ഷികൾ അണിനിരക്കുന്നു, അവ തിന്മ സംസാരിക്കുന്നു. കർത്താവിന്റെ പ്രകാശവും രക്ഷയുമാകുന്നു. ഞാൻ ആരെ ഭയപ്പെടണം? മറിഞ്ഞിരിക്കുന്നവർ പരിശോധിക്കുന്ന ദൈവമേ, തിരുമുൻപിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. സഹോദരരെ, നിങ്ങൾ കുട്ടിയോടെ കേൾക്കുവിൻ. ഏഷ്യായുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന കർത്താവെ അനുഗ്രഹിക്കണമേ. എന്റെ ദാസന് ശ്രേയസ്സുണ്ടാവും. അവൻ അത്യുന്നതങ്ങളിലേക്ക് ഉയർത്തപ്പെടുകയും കൊണ്ടുപ്പെടുകയും ചെയ്യും. അവനെ കണ്ടപ്പോൾ അമ്പലം പോയി. മനുഷ്യന് തോന്നാത്ത വിധം അവൻ വിരൂപനായിരിക്കുന്നു. അവന്റെ രൂപം മനുഷ്യരുടേതല്ല. അവൻ അനേക ചിന്തകളെ പരിഭ്രാന്തരാക്കും. രാജാക്കന്മാർ അവൻ മൂലം നിശബ്ദരാകും. അവരോട് പറഞ്ഞിട്ടില്ലാത്തവ അവർ കാണും, കേട്ടിട്ടില്ലാത്തവ മനസ്സിലാക്കുകയും ചെയ്യും. നമ്മൾ കേട്ടത് ആര് വിശ്വസിച്ചു? കർത്താവിന്റെ കരം ആർക്ക് വെളിപ്പെട്ടിട്ടുണ്ട്? കൈച്ചെടി പോലെ വരണ്ട ഭൂമിയിൽ നിൽക്കുന്ന മുള പോലെ അവൻ അവിടുത്തെ മുമ്പിൽ വളർന്നു. ശ്രദ്ധാർഹമായ രൂപഭംഗിയോ ഗാംഭീര്യമോ ആകർഷകമായ സൗന്ദര്യമോ അവനുണ്ടായിരുന്നില്ല. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. അവൻ വേദനയും ദുഃഖവും നിറഞ്ഞവനായിരുന്നു. അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു. അവൻ നിന്ദിക്കപ്പെട്ടു, നാം അവനെ ബഹുമാനിച്ചിട്ടില്ല. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. എന്നാൽ ദൈവം അവനെ പ്രവചിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തെന്ന് നാം കരുതി. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. ആടുകളെ പോലെ നാം വഴിതെറ്റിപ്പോയി. നാം ഓരോരുത്തരും സ്വന്തം വഴിക്ക് പോയി.
നമ്മുടെ അകൃത്യങ്ങൾ കർത്താവ് അവന്റെ മേൽ ചുമത്തി. അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു, എങ്കിലും അവൻ ഉരിയാടിയില്ല. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിക്കുന്നവരുടെ മുമ്പിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ മൗനം പാലിച്ചു. മർദ്ദനത്തിനും ശിക്ഷാവിധിക്കും അതിനായി അവൻ എടുക്കപ്പെട്ടു. എന്റെ ജനത്തിന്റെ പാപനിമിത്തമാണ് അവൻ പീഡനമേറ്റ് ജീവിക്കുന്നവരുടെ ഇടയിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടതെന്ന് അവന്റെ തലമുറയിൽ ആര് കരുതി? അവൻ ഒരു അതിക്രമവും ചെയ്തില്ല, അവന്റെ വായിൽ നിന്ന് വഞ്ചന പുറപ്പെട്ടുമില്ല. എങ്കിലും ദുഷ്ടരുടെയും ധനികരുടെയും ഇടയിൽ അവൻ സംസ്കരിക്കപ്പെട്ടു. അവന് ക്ഷേത്രമേൽപ്പിക്കണമെന്ന് കർത്താവിന്റെ ഹിതമായിരുന്നു. ലേഖനം 5-ാം അധ്യായം 6 മുതൽ 16 വരെ വാക്യങ്ങൾ കർത്താവേ വിശ്വസിക്കണമേ. നാം ബലഹീനരായിരിക്കെ നിർണയിക്കപ്പെട്ട സമയത്ത് മിശിഹ പാപികൾക്ക് വേണ്ടി മരിച്ചു. നീതിമാന് വേണ്ടി പോലും ആരെങ്കിലും മരിക്കുക പ്രയാസമാണ്. ഒരുപക്ഷെ ഒരു നല്ല മനുഷ്യന് വേണ്ടി മരിക്കുവാൻ വല്ലവന് തുനിയെന്ന് വരാം. എന്നാൽ നാം പാപികളായിരിക്കെ മിശിഹ നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ നമ്മളോട് തൻ സ്നേഹം ദൈവം പ്രകടമാക്കിയിരിക്കുന്നു. ആകയാൽ ഇപ്പോൾ അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട നാം അവൻ മൂലം രക്ഷിക്കപ്പെടുമെന്നത് തീർച്ചയാണല്ലോ. നാം ശത്രുക്കളായിരുന്നപ്പോൾ അവിടുത്തെ പുത്രന്റെ മരണത്താൽ ദൈവവുമായി രമ്യതപ്പെട്ടുവെങ്കിൽ രമ്യതപ്പെട്ടതിനു ശേഷം അവന്റെ ജീവൻ മൂലം രക്ഷിക്കപ്പെടുമെന്നതും തീർച്ച. മാത്രമല്ല നമ്മുടെ കർത്താവായ ഈശോമിശിഹ വഴി നാം ദൈവത്തിൽ അഭിമാനിക്കുകയും ചെയ്യുന്നു. അവൻ വഴിയാണല്ലോ നാം ഇപ്പോൾ അനുനിധിക്കാൻ സാധിച്ചിരിക്കുന്നത്. ഒരു മനുഷ്യൻ പോലും പാപം മൂലം മരണവും ലോകത്തിൽ പ്രവേശിച്ചു. അപ്രകാരം എല്ലാവരും പാപം ചെയ്തുകൊണ്ട് മരണം എല്ലാവരിലും വ്യാപരിച്ചു. നിയമം നൽകപ്പെട്ടതിന് മുമ്പ് തന്നെ പാപം ലോകത്തിലുണ്ടായിരുന്നു. എന്നാൽ നിയമമില്ലാത്തപ്പോൾ പാപം കണക്കിലെടുക്കപ്പെടുന്നില്ല. ആദത്തിന്റെ പാപത്തിന് സദൃശ്യമായ പാപം ചെയ്യാതിരുന്നവരുടെ മേൽ പോലും ആദത്തിന്റെ കാലം മുതൽ മോശയുടെ കാലം വരെ മരണം ആധിപത്യം പുലർത്തി. ആദം വരാനിരിക്കുന്നവന്റെ പ്രതിരൂപമാണ്. എന്നാൽ പാപം പോലെയല്ല കൃപാദാനം.
ഒരു മനുഷ്യന്റെ പാപം മൂലം വളരെ പേർ മരിച്ചുവെങ്കിൽ ദൈവത്തിന്റെ കൃപയും ഈശ്വമിശിഹായ ഒരു മനുഷ്യന്റെ കൃപാദാനവും അനേകർക്ക് എത്രയധികം സമർത്ഥമായി ലഭിച്ചിരിക്കുന്നു. ഒരുവന്റെ പാപത്തിൽ നിന്നുള്ളവായ ഫലം പോലെയല്ല ഈ ദാനം. ഒരു പാപത്തിന്റെ ഫലമുണ്ടായ വിധി ശിക്ഷയ്ക്ക് കാരണമായി. അനേകം പാപങ്ങൾക്ക് ശേഷം ആഗതമായ കൃപാദാനമാകട്ടെ നീതീകരണത്തിന് കാരണമായി. വിശുദ്ധ മത്തായി, വിശുദ്ധ മർക്കോസ്, വിശുദ്ധ യോഹന്നാൻ എന്നിവരറിയിച്ച മിശിഹായുടെ പീഡാനുഭവചരിത്രം നമ്മൾ വായിക്കുകയാണ്. നമുക്കേറെ പ്രാർത്ഥനാപൂർവ്വം ഈ നിമിഷമായിരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പീഡാനുഭവ ചരിത്രം. ഇവരിൽ ചെയ്ത ശേഷം ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ട് ഈശോ കേന്ദ്രത്തോട് കടന്ന് പതിവ് പോലെ ഒരു മലയിലേക്ക് പോയി. അവിടെ ഗെത്സമേൻ എന്ന പേരിൽ തോട്ടമുണ്ടായിരുന്നു. ഈശോ ശിഷ്യന്മാരും അതിൽ പ്രവേശിച്ചു. അപ്പോൾ അവിടുന്ന് അവരോട് ഇങ്ങനെ അരുളി ചെയ്തു: ഞാൻ പോയി പ്രാർത്ഥിക്കട്ടെ. നിങ്ങളെ എവിടെയിരിക്കുകയും പരീക്ഷ ഉൾപ്പെടാതിരിക്കുവാൻ പ്രാർത്ഥിക്കുകയും ചെയ്യും. അനന്തരം ഈശോ പത്രോസിനെയും സെബെദെയുടെ പുത്രന്മാരായ യാക്കോബ്, യോഹന്നാൻ എന്നിവരെയും കൂട്ടിക്കൊണ്ട് അല്പദൂരം മുന്നോട്ട് നീങ്ങി. അവിടെ വെച്ച് ഈശോ അപാരമായി ദുഃഖത്താൽ മനുഷ്യനായി തീർന്നു. അവിടുന്ന് അവരോട് പ്രകാരം അരുളി ചെയ്തു: എന്റെ ആത്മാവ് മരണവേദന അനുഭവിക്കുന്നു. നിങ്ങൾ എന്നോട് കൂടി ഉണർന്നിരിക്കുകയും. അനന്തരം അവിടുന്ന് കല്ലുകൾ മാറി മുട്ടുകുത്തി സാർത്താകാൻ വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചു: പിതാവേ, കഴിയുമെങ്കിൽ ആ മണിക്കൂർ എന്നിൽ നിന്ന് അകന്നു പോകട്ടെ. അങ്ങ് സർവശക്തനാണല്ലോ. ഈ കാസയിൽ നിന്ന് മാറ്റിത്തരണമേ. എങ്കിലും എന്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. ഈശോ ശിഷ്യന്മാരുടെ പക്കലേക്ക് മടങ്ങി ചെന്നപ്പോൾ അവരോട് ഉറങ്ങുന്നതാണ് കണ്ടത്. അപ്പോൾ അവിടുന്ന് പത്രോസിനോട് ചോദിച്ചു: സിമിയോനെ, നീ ഉറങ്ങുകയാണോ? ഒരു മണിക്കൂർ നേരം എന്നോട് കൂടെ ഉണർന്നിരിക്കുവാൻ നിങ്ങൾക്ക് കഴിയില്ലല്ലോ. പരീക്ഷയിൽ ഉണ്ടാതിരിക്കുവാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുകയും. ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമായിരിക്കുന്നു. അവിടുന്ന് വീണ്ടും പോയി അതേ വാക്കുകൾ തന്നെ പറഞ്ഞ് പ്രാർത്ഥിച്ചു: എന്റെ പിതാവേ, ഈ കാസ ഞാൻ കുടിക്കാതെ നിവൃത്തിയില്ലെങ്കിൽ അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. ഈശോ വീണ്ടും ചെന്നപ്പോഴും അവർ ഉറങ്ങുന്നതായിട്ടാണ് കണ്ടത്. അവരുടെ കണ്ണുകൾ അത്രയ്ക്ക് നിദ്രാഭാരമുള്ളതായിരുന്നു. അവിടുത്തോട് എന്ത് മറുപടി വിടുന്നതെന്ന് അറിയാതെ അവർ വിഷമിച്ചു. ഈശോ അവരെ വിട്ട് മൂന്നാം പ്രാവശ്യം പ്രാർത്ഥിക്കാൻ പോയി. അവിടുന്ന് ഇതേ വാക്കുകൾ വിട്ടുകൊണ്ടിരുന്നു. അപ്പോൾ ഈശോയെ ധൈര്യപ്പെടുത്തുവാൻ സ്വർഗ്ഗത്തിൽ നിന്ന് മാലാഖ പ്രത്യക്ഷനായി. വേദന കഠോരമായപ്പോൾ അവിടുന്ന് കൂടുതൽ തീക്ഷ്ണതയോടെ പ്രാർത്ഥിച്ചു. അപ്പോൾ അവിടുത്തെ വിയർപ്പ് രക്തത്തുള്ളിലായി നിലത്ത് വീണു. അവിടുന്ന് പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് മൂന്നാം പ്രാവശ്യം ശിഷ്യന്മാരുടെ അടുക്കലേക്ക് ചെന്നു. അപ്പോൾ ദുഃഖാത്തായി അവർ തളർന്നുറങ്ങുകയായിരുന്നു. അവിടുന്ന് അവരോട് അരുളി ചെയ്തു: ഇപ്പോഴും നിങ്ങൾ ഉറങ്ങി വിശ്രമിക്കുകയാണോ? ഇതാ മനുഷ്യപുത്രൻ പാകടുകയിൽ എത്തിക്കൊടുവാനുള്ള സമയമായി. എഴുന്നേൽക്കുവിൻ, നമുക്ക് പോകാം. എന്നെ ഒറ്റുകൊടുക്കുന്നവൻ എത്തിക്കഴിഞ്ഞു. അവിടുത്തെ ഊറ്റിക്കൊടുത്ത യുദാസിന് സ്ഥലം അറിയാമായിരുന്നു. എന്നാൽ ശിഷ്യന്മാരെ ഒന്നിച്ച് ഈശോ പലപ്പോഴും അവിടെ പോകാറുണ്ടായിരുന്നു. യുദാസ് പത്താഴത്തെയും പ്രധാനാചാര്യന്മാരെയും പുരുഷന്മാരുടെയും സൈന്യന്മാരെയും കൂട്ടിക്കൊണ്ട് അവിടെ ചെന്നു. അവർ വിളക്കുകളും പന്തങ്ങളും വാളുകളും വടികളും എടുത്തിരുന്നു. ഈശോ ശിഷ്യന്മാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് 12 പേരിലൊരുവനായ യുദാസ് അവിടെ എത്തിയത്.
ഒറ്റിക്കൊടുക്കാനിരുന്നവൻ അവരോട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു: ഞാൻ ഒരാളെ ചോദിക്കും, അവനാണ് അവനെ വെച്ചുകൊള്ളുന്നു. അടുത്തെത്തി ഉടനെ യൂദാസ് പ്രകാരം പറഞ്ഞുകൊണ്ട് ഈശോയെ ശപിച്ചു. ഒരു സ്വസ്തി. അപ്പോൾ യുദാസെ ശപിച്ചുകൊണ്ട് നീ മനുഷ്യപുത്രനെ ഒറ്റിക്കൊടുക്കുകയാണോ? സംഭവിക്കാൻ പോകുന്നതെല്ലാം അറിഞ്ഞിരുന്ന ഈശോ അവിടെ അടുക്കളയിൽ ചെന്ന് ഇപ്രകാരം ചോദിച്ചു: നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത്? അവർ അവിടത്തോട് പറഞ്ഞു: നസ്രായനായ ഈശോയാണ് ഞങ്ങൾ അന്വേഷിക്കുന്നത്. ഈശോ അവരോട് അരുളി ചെയ്തു: അത് ഞാൻ തന്നെയാകുന്നു. അവിടുത്തെ ഒറ്റിക്കൊടുത്ത യൂദാസ് അക്കൂട്ടത്തിലുണ്ടായിരുന്നു. അത് ഞാൻ തന്നെയാകുന്നു എന്ന് അവിടുന്ന് അരുളി ചെയ്ത ക്ഷണത്തിൽ അവരെല്ലാവരും പുറകോട്ട് മറഞ്ഞു വീണു. ഈശോ വീണ്ടും അവരോട് ചോദിച്ചു: നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത്? അവർ വീണ്ടും പറഞ്ഞു: നസ്രായനായ ഈശോയാണ് ഞങ്ങൾ അന്വേഷിക്കുന്നത്. അവിടുന്ന് അവരോട് അരുളി ചെയ്തു: അത് ഞാൻ തന്നെയാണെന്ന് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞല്ലോ. എന്നെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെങ്കിൽ ഇവരെല്ലാം പൊയ്ക്കൊള്ളട്ടെ. അങ്ങ് എന്നെ ഏൽപ്പിച്ചിരുന്നവരിൽ ആരെയും ഞാൻ നഷ്ടപ്പെടുത്തിയില്ല എന്നുള്ള തന്റെ വചനം പൂർത്തിയാക്കാനാണ് അവിടുന്ന് ഇപ്രകാരം പറഞ്ഞത്. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് മനസ്സിലാക്കിയ ശിഷ്യന്മാർ അവിടത്തോട് ചോദിച്ചു: കർത്താവേ, ഞങ്ങൾ വാളെടുക്കട്ടെയോ? ശിമോൻ പത്രോസിന്റെ കൈവശം ഒരു വാളുണ്ടായിരുന്നു. അയാൾ പെട്ടെന്ന് അത് ഊരി പ്രധാന സേവകനെ വെട്ടി അവന്റെ വലത് ചെവി മുറിച്ചു കളഞ്ഞു. ആ സേവകന്റെ പേര് മാർക്കൂസ് എന്നായിരുന്നു. അവന്റെ ചെവി തൊട്ട് സുഖപ്പെടുത്തിയ ശേഷം ഈശോ പത്രോസിനോട് അരുളി ചെയ്തു: വാളതിന്റെ ഉറയിലിടുക. വാളെടുക്കുന്നവൻ വാളാൽ തന്നെ മരിക്കും. ഞാൻ എന്റെ പിതാവിനോട് അപേക്ഷിച്ചാൽ ക്ഷണനേരം കൊണ്ട് 12 രോഗമാലാഖമാരെ അയച്ച് ശത്രുഗ്രഹങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കുകയില്ലെന്നാണ് നീ കരുതിയത്. അങ്ങനെ ചെയ്താൽ ഇതെല്ലാം സംഭവിക്കുമെന്ന തിരുവെഴുത്ത് എങ്ങനെ ബുദ്ധിയാകും? എന്റെ പിതാവ് എനിക്ക് തന്ന കാസ ഞാൻ കൊടുക്കേണ്ടതല്ലയോ? അനന്തരം ഈശോ ആ ജനക്കൂട്ടത്തോട് അരുളി ചെയ്തു: ഒരു കവചക്കാരനെ പിടിക്കുവാൻ എന്ന വണ്ണം വാളുകളും വടികളുമായി ഞങ്ങൾ ഇപ്പോൾ എന്റെ അടുക്കൽ വന്നിരിക്കുന്നു. ഞാൻ എല്ലാ ദിവസവും ദേവാലയത്തിൽ പഠിപ്പിച്ചിരുന്നല്ലോ. അതൊന്നും നിങ്ങൾ എന്നെ പിടികൂടിയില്ലല്ലോ. ഇത് നിങ്ങളുടെ സമയമാണ്. ഇത് അന്ധകാരത്തിന്റെ ഭരണമാണ്. പ്രവചനങ്ങൾ ബുദ്ധിയാക്കുവാൻ ഇങ്ങനെയെല്ലാം സംഭവിച്ചേ മതിയാകൂ. അപ്പോൾ സഹസാധിപരും പട്ടാളക്കാരും യൂദന്മാരും പ്രചാരികളും ചേർന്ന് ഈശോയെ പിടിച്ചു ബന്ധിച്ചു. അത് ശിഷ്യന്മാരെല്ലാവരും അവിടുത്തെ ഉപേക്ഷിച്ച് ഓടിപ്പോയി. എന്നാൽ ഒരു യുവാവ് ഈശോയെ അനുഗമിച്ചിരുന്നു. അവർ അയാളെ പിടികൂടി ധരിച്ചിരുന്ന വസ്ത്രം ഉപേക്ഷിച്ച് അയാളും കൂടി രക്ഷപ്പെട്ടു. ഈശോ ആദ്യം അവൻ അന്നാസിന്റെ പക്കലേക്കാണ് കൊണ്ടുപോയത്. എന്നാൽ അയാൾ അക്കൊല്ലത്തിൽ മഹാപുരോഹിതനായിരുന്നു. കയ്യാപ്പയുടെ ശാശ്വതനായിരുന്നു. ജനങ്ങളൊന്നായി നശിക്കാതിരിക്കാൻ ഒരാൾ അവർക്ക് പകരം മരിക്കുന്നതാണ് നല്ലതെന്ന് ഒരിക്കൽ പ്രസ്താവിച്ചിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു കയ്യാപ്പ. പ്രധാനാചാര്യൻ ഈശോയോട് അവിടുത്തെ ശിഷ്യന്മാരെയും ഉപദേശത്തെയും പറ്റി ചോദിച്ചു. ഈശോ ഇപ്രകാരം മറുപടി പറഞ്ഞു: ഞാൻ ജനങ്ങളോട് പരസ്യമായിട്ടാണ് സംസാരിച്ചിട്ടുള്ളത്. യൂദന്മാരുടെ സംഘത്തിനും ദേവാലയത്തിനും അല്ലാതെ രഹസ്യമായി ഞാനൊന്നും പഠിപ്പിച്ചിട്ടില്ല. പിന്നെ എന്തിനാണ് എന്നോട് ചോദിക്കുന്നത്? ഞാൻ എന്ത് പറഞ്ഞുവെന്ന് എന്റെ സ്വതന്ത്രോട് തന്നെ ചോദിക്കുക. ഞാൻ പറഞ്ഞതെല്ലാം അവർക്കറിയാമല്ലോ. അവിടുന്ന് അങ്ങനെ അരുളി ചെയ്തപ്പോൾ അടുത്തു നിന്ന് ഒരു പരിചാരകൻ ഇപ്രകാരം ചോദിച്ചുകൊണ്ട് അവിടത്തേക്ക് അവിടുത്തെ അടിച്ചു. ഇങ്ങനെയാണ് പ്രധാനാചാര്യനോട് മറുപടി പറയുന്നത്. ഈശോ അയാളോട് ചോദിച്ചു: ഞാൻ പറഞ്ഞതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് കാണിച്ചു തരിക. തെറ്റുകളില്ലെങ്കിൽ പിന്നെ എന്തിനാണ് എന്നെ അറിയിച്ചത്? അന്നാസ് ഈശോയെ വലുതായി തന്നെ മഹാപുരോഹിതനായ കയ്യാപ്പയുടെ അടുത്തേക്ക് അയച്ചു. പ്രധാനാചാര്യന്മാരും നിയമജരും ജനപ്രമാണികളുമെല്ലാം അവർ സമ്മേളിച്ചിരുന്നു. പ്രധാനാചാര്യന്മാരും ന്യായാധിപ സംഘവും ഈശോയെ വിധിക്കുവാനുള്ള തെളിവുണ്ടാക്കുവാൻ പരിശ്രമിക്കുകയായിരുന്നു. വിധിക്കാനുള്ള തെളിവുണ്ടാക്കുവാൻ അവർ വീണ്ടും പരിശ്രമിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അതിൽ അവർ പരാജയമടഞ്ഞു. പലരും അവിടത്തേക്കെതിരായി കള്ളസാക്ഷ്യം പറയാൻ തയ്യാറായിരുന്നെങ്കിലും അവിടെ സാക്ഷികൾ തമ്മിൽ പൊരുത്തപ്പെടാതെ പോയി. അവസാനം 2 കള്ളസാക്ഷികൾ ചെന്ന് ഇങ്ങനെ മൊഴി കൊടുത്തു: മനുഷ്യനിർമ്മിതമായി ദേവാലയം നശിച്ച 3-ാം ദിവസങ്ങൾക്കകം മനുഷ്യനിർമ്മിതമല്ലാത്ത മറ്റൊന്ന് ഞാൻ പണിയുമെന്ന് ഈ മനുഷ്യൻ പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. എന്നാൽ അവിടെയും അവരുടെ സാക്ഷികൾക്ക് തമ്മിൽ പൊരുത്തമില്ലായിരുന്നു. മഹാപുരോഹിതൻ അവരുടെ മധ്യ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഈശോയോട് ചോദിച്ചു: ഈ മനുഷ്യരെല്ലാം നിനക്കെതിരായി നടക്കുന്ന സാക്ഷികളെ കുറിച്ച് നിനക്കൊന്നും പറയാനില്ലേ? ഈശോ യാതൊരു മറുപടിയും നൽകിയില്ല. മഹാപുരോഹിതൻ വീണ്ടും ചോദിച്ചു: നീ ദൈവപുത്രനായ വിശ്വാസിയോ എന്ന് ഞങ്ങളോട് പറയണമെന്ന് സജീവ ദൈവത്തിന്റെ നാമത്തിൽ ശപഥം ചെയ്ത് ഞാൻ ആവശ്യപ്പെടുന്നു.
അപ്പോൾ ഈശോ അരുളി ചെയ്തു, അന്ന് തന്നെ അതിൽ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, മനുഷ്യന് സർവശക്തിനെ വലതുഭാഗത്തിരിക്കുന്നതും വൻമേഖല എഴുതി വരുന്നതും നിങ്ങൾ കാണുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അത് കേട്ടപ്പോൾ മഹാപുരോഹിതൻ തന്റെ വസ്ത്രങ്ങൾ വലിച്ചു കീറിക്കൊണ്ട് പറഞ്ഞു, ഇവൻ ദൈവദൂഷണം പറഞ്ഞിരിക്കുന്നു. ഇനി സാക്ഷികളെ കൊണ്ട് നമുക്ക് എന്താ ആവശ്യം? ഇവൻ ദൈവദൂഷണം പറയുന്നത് നിങ്ങൾ തന്നെ കേട്ടല്ലോ. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അവർ മറുപടി പറഞ്ഞു, ഇവൻ മനുഷ്യകാരനാകുന്നു. പിന്നീട് അവർ അവിടുത്തെ മുഖത്ത് തുപ്പുകയും ഇടിക്കുകയും കരണ്ടടിക്കുകയും ചെയ്തു. കണ്ണുകൾ മൂടിക്കഴിഞ്ഞ ശേഷം ഇപ്രകാരം ചോദിച്ചുകൊണ്ട് അവിടുത്തെ അടിച്ചു. നിന്നെ അടിച്ചതാരാണെന്ന് പ്രവചിക്കുക. അവർ അവിടത്തേക്കെതിരായി പല ദൂഷണങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നു. ശിമോൻ പത്രോസും മറ്റു ശിഷ്യന്മാരും മഹാപുരോഹിതന്റെ അകടം വരെ ഇവരൊക്കെ ഈശോ അനുഗമിക്കുന്നുണ്ടായിരുന്നു. ആ ശിഷ്യന് മഹാപുരോഹിതനെ പരിചയം ഉണ്ടായിരുന്നതിനാൽ ഈശോയുടെ കൂടെ മഹാപുരോഹിതന്റെ മുന്നിനടുത്ത് പ്രവേശിക്കാൻ സാധിച്ചു. എന്നാൽ പത്രോസ് പുറത്ത് വാതിൽക്ക് നിൽക്കുന്നുണ്ടായിരുന്നു. അതിനാൽ മഹാപുരോഹിതനെ പരിചയമുണ്ടായിരുന്ന മറ്റു ശിഷ്യൻ ചെന്ന് വാതിൽ കാവൽക്കാരിയോട് ശുപാർശ ചെയ്തു. ശിമോൻ പത്രോസിനെയും അകത്ത് പ്രവേശിപ്പിച്ചു. ആ വാതിൽ കാവൽക്കാരി ശിമയോട് ചോദിച്ചു, താനും ആ മനുഷ്യന്റെ ഒരു ശിഷ്യനല്ലേ? പെട്ടെന്ന് അയാൾ മറുപടി പറഞ്ഞു, ഞാൻ ആ മനുഷ്യന്റെ ശിഷ്യനല്ല. കാര്യങ്ങൾ എങ്ങനെ അവസാനിക്കണമെന്ന് കാണാനായി ശിമയോൻ ഭൃത്യന്മാരുടെ കൂടെ അവിടെ കാത്തു നിന്നിരുന്നു. കുളിരായിരുന്നതിനാൽ ഭൃത്യന്മാരും സേവകന്മാരും തീ കേൾക്കാനുകൊണ്ടിരുന്നു. ശിമയോനും അവരുടെ കൂടെ തീ കായുകയായിരുന്നു. അപ്പോൾ മഹാപുരോഹിതന്റെ ഒരു പരിചാരിക വഴി വന്നു. അവൾ ശിമയോനെ സൂക്ഷിച്ചു നോക്കിയ ശേഷം ഇങ്ങനെ ചോദിച്ചു, താനും നസ്രായനായ ഈശോയുടെ കൂടെ ഉണ്ടായിരുന്നവരല്ലേ? എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പത്രോസ് നിഷേധിച്ചു പറഞ്ഞു, നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ആ മനുഷ്യനെ അറിയുകയില്ല. അനന്തരം അയാൾ പടിവാതിൽക്കിലേക്ക് പോയി. അപ്പോൾ കോഴി കൂകി. അല്പസമയം കഴിഞ്ഞ് അവിടെ നിന്നിരുന്നവർ അടുത്തിരുന്ന് പത്രോസിനോട് പറഞ്ഞു, താനും അവരുടെ കൂടെയുള്ളവർ തന്നെ, സംശയമില്ല. തന്റെ സംസാരയിൽ തന്നെ അത് തെളിയിക്കുന്നു. അപ്പോൾ ശിമയോൻ പത്രോസ് സത്യം ചെയ്ത് ആണയിട്ട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ആ മനുഷ്യനെ അറിയുകയില്ല. പ്രധാനാചാര്യത്തിനും പത്രോസ് ചെയ്യും കുറിച്ചവരുടെ ചർച്ചക്കാരനുമായ ഒരു മനുഷ്യൻ പത്രോസിനോട് പറഞ്ഞു, തോട്ടത്തിൽ വെച്ച് അയാളുടെ കൂടെ തന്നെ ഞാൻ കണ്ടല്ലോ. പത്രോസ് അത് നിഷേധിച്ചു. അയാൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ രണ്ടാം പ്രാവശ്യം കോഴി കൂവി. കർത്താവ് തിരിഞ്ഞ് പത്രോസിനെ നോക്കി, കോഴി കൂവുന്നതിന് മുമ്പ് 3 പ്രാവശ്യം നീ എന്നെ നിഷേധിച്ചു പറയുമെന്ന് അവർ നേരം ചെയ്തിരുന്നു. പത്രോസ് അപ്പോൾ ഓർത്തു. അയാൾ പുറത്തേക്ക് പോയി ഹൃദയം കൊണ്ട് കരഞ്ഞു. നേരെ വിളിച്ചപ്പോൾ പ്രധാനാചാര്യന്മാരും ജനപ്രമാണികളും നിയമജ്ഞരും ചേർന്ന് ഈശോയെ വധിക്കുന്നതിനെ പറ്റി ആലോചന നടത്തി. ന്യായാധിപസനത്തിന് മുമ്പാകെ അവിടുത്തെ ഹാജരാക്കിയ ശേഷം അവർ അവിടുത്തോട് പ്രകാരം പറഞ്ഞു, നീ നിഷ്കാരമെങ്കിൽ അക്കാര്യം ഞങ്ങളോട് തുറന്നു പറയും. അവർ വീണ്ടും അവിടുത്തോട് ചോദിച്ചു, ആകയാൽ നീ ദൈവത്തിനാണെന്ന് പറയുകയാണോ? അവിടുന്ന് ഉത്തരവിടേ, ഞാൻ ദൈവത്തിനാണെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പോൾ അവർ പറഞ്ഞു, നമുക്ക് ഈ സാക്ഷികളെ കൊണ്ട് എന്താണ് ആവശ്യം? നാം തന്നെ നേരിട്ട് കേട്ടുകഴിഞ്ഞല്ലോ. അവർ അവിടുത്തെ ബന്ധിച്ചു ഗവർണറായിരിക്കുന്ന പന്തിയോസ് പിലാത്തോസിന്റെ മുമ്പാകെ ഹാജരാക്കി. ഈശോ വിധിക്കപ്പെട്ടവരെ പറഞ്ഞപ്പോൾ അവിടുത്തെ ഒറ്റപ്പെടുത്ത യൂദാസ് മനക്കച്ചത്തോടെ ആ 3 വെള്ളി നാണയങ്ങളുമായി പ്രധാനാചാര്യന്മാരുടെയും ജനപ്രമാണികളെയും അടുത്തുന്ന പ്രകാരം പറഞ്ഞു, ഞാൻ പാപം ചെയ്തു പോയി. കുറ്റമില്ലാത്ത രക്തം ഞാൻ ഒറ്റിക്കൊടുത്തു. അവർ മറുപടി പറഞ്ഞു, അതിന് ഞങ്ങൾ എന്ത് വേണം? നീ പോയി നിന്റെ കാര്യം നോക്കിക്കൊള്ളുക. അവൻ ആ നാണയത്തുട്ടുകൾ ദേവാലയത്തിലേക്ക് വലിച്ചെറിഞ്ഞു പോയി തൂങ്ങിച്ചതു. പ്രധാനാചാര്യന്മാർ ആ നാണയത്തുട്ടുകൾ പറക്കെടുത്ത് ഇപ്രകാരം പറഞ്ഞു, ഇത് രക്തത്തിന്റെ വിലയാകിയാൽ രക്ഷപ്പെട്ടിരിക്കുന്നത് ശരിയല്ല. അവർ കൂടി ആലോചിച്ച ശേഷം ആ പണം കൊടുത്ത് വിദേശിക്ക് സംസരിക്കുവാൻ കുശവന്റെ പറമ്പ് വാങ്ങി. ആ സ്ഥലം ഇന്നും രക്തപ്പറമ്പ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. വിലപ്പെട്ടവന്റെ വിലയായി ഇസ്രായേൽക്കാർ കണക്കാക്കിയ 30 വെള്ളി നാണയമെടുത്ത് കർത്താവിനോട് കൽപ്പിച്ചതുപോലെ അവർ കുശവന്റെ പറമ്പിന് കൊടുത്തു എന്നുള്ള ജർമ്മിയായുടെ പ്രവചനം അങ്ങനെ പൂർത്തിയായി. നേരം പുലർച്ചയായപ്പോൾ അവർ ഈശോയെ കയ്യാപ്പയുടെ ഭവനത്തിൽ നിന്ന് ഗവർണറുടെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. അശുദ്ധരാകാതെ പെസഹ ഭക്ഷിക്കേണ്ടതിനാൽ അവരാരും കൊട്ടാരത്തിലേക്ക് പ്രവേശിച്ചില്ല. അതിനാൽ പീലാത്തോസ് പുറത്തേക്ക് ഇറങ്ങിച്ചെന്ന് അവരോട് ചോദിച്ചു, എന്ത് കുറ്റമാണ് നിങ്ങൾ ഈ മനുഷ്യനെ ആരോപിക്കുന്നത്? അതിന് അവർ ഇങ്ങനെ മറുപടി പറഞ്ഞു, കുറ്റക്കാരനായിരുന്നെങ്കിൽ ഞങ്ങൾ അയാളെ അങ്ങയുടെ സമക്ഷം ഹാജരാക്കുകയില്ലായിരുന്നു. പീലാത്തോസ് അവരോട് പറഞ്ഞു, അങ്ങനെയെങ്കിൽ നിങ്ങൾ തന്നെ അയാളെ കൊണ്ടുപോയി നിങ്ങളുടെ നിയമം അനുസരിച്ച് വിസ്തരിച്ചു കൊണ്ടുപോയി. ഉടനെ യൂദന്മാർ പീലാത്തോസിനോട് പറഞ്ഞു, ആർക്കും മരണശിക്ഷ നൽകാൻ ഞങ്ങൾക്ക് അധികാരമില്ല.
എങ്ങനെയാണ് താൻ മരിക്കാൻ പോകുന്നത് സൂചിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ ഈശോ പറഞ്ഞ വാക്കുകൾ അങ്ങനെ നിറവേറുകയായിരുന്നു. അനന്തരം അവർ ഈശോയുടെ മേൽ ഓരോ കുറ്റങ്ങൾ ആരോപിച്ചു തുടങ്ങി. ഇയാൾ ജനങ്ങളെ വഴിതെറ്റുകയും സീസറിന് കപ്പപ്പെടുന്നത് തടയുകയും താൻ രാജാവായ മിശിഹായെന്ന് പറയുകയും ചെയ്തതായി ഞങ്ങൾക്കറിയാം. അപ്പോൾ പിലാത്തോസ് അകത്തേക്ക് പോയി ഈശോയെ വിളിച്ച പ്രകാരം ചോദിച്ചു. നിങ്ങൾ യൂദന്മാരുടെ രാജാവാണോ? ഈശോ അരുളി ചെയ്തു. ഇതാണ് സ്വയം ചോദിക്കുന്നതോ മറ്റുള്ളവർ എന്നെ പറ്റി പറഞ്ഞതുകൊണ്ട് ചോദിക്കുന്നുവോ? മറുപടിയായി പിലാത്തോസ് പറഞ്ഞു, ഞാൻ യൂദനല്ലോ. നിങ്ങളുടെ ആളുകളും പ്രധാനാചാര്യന്മാരുടെ നിങ്ങളെ എന്റെ മുമ്പിൽ ഹാജരാക്കിയത്. അപ്പോൾ ഈശോ അരുളി ചെയ്തു. എന്റെ രാജ്യം ഐതിഹ്യമല്ല. ആയിരുന്നുവെങ്കിൽ ഞാൻ യുദ്ധങ്ങളുടെ കയ്യിൽ വീഴാതിരിക്കുവാൻ എന്റെ സേവകന്മാർ യുദ്ധം ചെയ്യുമായിരുന്നു. എന്റെ രാജ്യം ഇവിടെയല്ല. പിലാത്തോസ് വീണ്ടും ചോദിച്ചു. അപ്പോൾ നിങ്ങൾ ഒരു രാജാവ് തന്നെയാണോ? ഈശോ മറുപടി പറഞ്ഞു, ഞാൻ രാജാവാണെന്ന് അമ്മ തന്നെ പറഞ്ഞു. സത്യത്തിന് സാക്ഷ്യം വഹിക്കുവാനാണ് ഞാൻ ജനിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി തന്നെയാണ് ഞാൻ ലോകത്തിലേക്ക് വന്നിരിക്കുന്നതും. സത്യത്തോട് ചേർന്ന് നിൽക്കുന്നവരെല്ലാം എന്റെ ശബ്ദം കേൾക്കുന്നു. അപ്പോൾ പിലാത്തോസ് ചോദിച്ചു. സത്യം എന്താകുന്നു? ചോദ്യം കഴിഞ്ഞ് ഉടൻ തന്നെ പിലാത്തോസ് യൂദന്മാരുടെ തിരിഞ്ഞ് പ്രധാനാചാര്യന്മാരോടും ജനസംഘത്തോടും ഇങ്ങനെ പറഞ്ഞു. ഞാൻ ഈ മനുഷ്യനെ മുഖത്തൊന്നും കാണുന്നില്ല. അവർ വീണ്ടും ഈശോയിൽ കുറ്റം ആരോപിച്ചു തുടങ്ങി. അയാൾ ശ്രീലാ മുതൽ ഇവിടം വരെ യൂദയ രാജ്യത്തിലേക്ക് പ്രസംഗിച്ച് ജനങ്ങളെ പ്രക്ഷോഭത്തിന് പ്രേരിപ്പിക്കുന്നു. വിളിച്ചില്ല എന്ന് കേട്ട ഉടനെ പിലാത്തോസ് ചോദിച്ചു. ഈ മനുഷ്യനെ തിരിച്ചുകാരനാണോ? ഈശോ ഹെരോദസിന്റെ അധികാര സേനയിൽപ്പെട്ടവനാണെന്ന് അറിഞ്ഞപ്പോൾ പിലാത്തോസ് അവിടുത്തെ ഹെരോദസിന്റെ പക്കലേക്ക് അയച്ചു. ഹെരോദോസ് അന്ന് ജെറുസലേമിലുണ്ടായിരുന്നു. ഈശോയെ കണ്ടപ്പോൾ ഹെരോദോസ് വളരെ സന്തോഷിച്ചു. അദ്ദേഹം ഈശോയെ കുറിച്ച് പലതും കേട്ടിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ഒന്ന് കാണുവാൻ ആഗ്രഹിച്ചിരിക്കുകയുമായിരുന്നു. അവിടുത്തെ എന്തെങ്കിലും ഒരു അത്ഭുതം പ്രവർത്തിക്കുന്നത് കാണാമെന്ന് ഹെരോദോസ് പ്രതീക്ഷിച്ചു. ഹെരോദോസ് ഈശോയോട് പലതും ചോദിച്ചു. എന്നാൽ അവിടുന്ന് ഒരു മറുപടിയും പറഞ്ഞില്ല. അവിടെയും പ്രധാന ആചാര്യന്മാരും നിയമജ്ഞരും ഈശോയ്ക്കെതിരായി ഓരോ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരുന്നു. അവസാനം ഹെരോദോസും പടകളിലും കൂടി ഈശോയോട് നിന്ദിച്ചുകൊണ്ട് പരിഹസിക്കുകയും വിലയേറിയ ഒരു വസ്ത്രം ധരിപ്പിച്ച് പിലാത്തോസിന്റെ പക്കലേക്ക് തിരിച്ചയക്കുകയും ചെയ്തു. ശത്രുതയിൽ കഴിഞ്ഞ ഹെരോദോസും പിലാത്തോസും അന്ന് മുതൽ മിത്രങ്ങളായി തീർന്നു. പിലാത്തോസ് പ്രധാനാചാര്യന്മാരെയും ജനപ്രമാണികളെയും വിളിച്ചു കൂട്ടി ഇങ്ങനെ പറഞ്ഞു. ജനങ്ങളെ നിങ്ങളെ ഈ മനുഷ്യനെ ഏറ്റവും ഹാജരാക്കിയിരിക്കുന്നത്. നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ ഞാൻ ഇയാളെ വിസ്തരിച്ചു. എന്നാൽ നിങ്ങൾ ആരാധിക്കുന്നവർക്കൊന്നും ഞാൻ ഇയാളെ കണ്ടില്ല. ഹെരോദോസിനും ഇയാളെ കുറ്റമൊന്നും കാണാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ഇയാളെ ഇവിടെ തന്നെ തിരിച്ചയച്ചിരിക്കുകയാണ് ചെയ്തത്. മരണശിക്ഷയ്ക്ക് അർഹമായ കുറ്റമൊന്നും ഈ മനുഷ്യൻ ചെയ്തിട്ടില്ല. അതിനാൽ ചുമട്ടി കൊണ്ട് അടുപ്പിച്ച് ഇയാളെ ഞാൻ വിട്ടയക്കും. എല്ലാ പെസഹ തിരുനാളിലും ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു തടവുകാരനെ ഗവർണർ മോചിപ്പിക്കുക പതിവായിരുന്നു. അതനുസരിച്ച് ആളെ മോചിപ്പിക്കുവാൻ ജനങ്ങൾ ആവശ്യപ്പെട്ടു തുടങ്ങി. ഒരു കലാപത്തിനിടയിൽ കൊലപാതകം നടത്തിയ കുറ്റത്തിന് പ്രക്ഷോഭകാരികളുടെ കൂടെ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടിരുന്ന ബറാബാസ് എന്ന കുറ്റപ്രസിദ്ധ തടവുകാരനുണ്ടായിരുന്നു. ജനങ്ങൾ കൂട്ടം കൂടിയപ്പോൾ പിലാത്തോസ് അവരോട് ചോദിച്ചു. അവർ ഈശോയെ പിടിച്ചേൽപ്പിച്ചത് അവരുടെ അസൂയ കൊണ്ടാണെന്ന് പിലാത്തോസിന് അറിയാമായിരുന്നു. പിലാത്തോസ് ന്യായാസനത്തിലിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ ആളയച്ച് പ്രകാരം അറിയിച്ചു. എന്നാൽ പ്രധാനാചാര്യന്മാരും ജനപ്രമാണികളും ബറബ്ബാസിനെ മോചിപ്പിക്കുന്നതിനും ഈശോയെ വധിക്കുന്നതിനും മുൻകൂടി കൂട്ടാൻ ജനങ്ങളെ പ്രേരിപ്പിച്ചിരുന്നു. പിലാത്തോസ് ജനങ്ങളോട് ഇങ്ങനെ ചോദിച്ചു. അവർ ഒന്നടങ്കം വിളിച്ചു പറഞ്ഞു. ഈശോയെ വധിക്കുക, ബറാബാസിനെ മോചിപ്പിക്കുക. ഈശോയെ മോചിപ്പിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ പിലാത്തോസ് വീണ്ടും അവരോട് ചോദിച്ചു. അപ്പോൾ എല്ലാവരും കൂടി വിളിച്ചു പറഞ്ഞു. അവനെ കുരിശിൽ തറയ്ക്കുക, അവനെ കുരിശിൽ തറയ്ക്കുക. മൂന്നാം പ്രാവശ്യവും പിലാത്തോസ് അവരോട് ചോദിച്ചു. ഈ മനുഷ്യൻ എന്തുകൊണ്ടാണ് ചെയ്തത്? വധശിക്ഷ അർഹിക്കുന്ന യാതൊരു കുറ്റവും ഞാൻ ഇയാളെ കാണുന്നില്ല. അവരാകട്ടെ അവിടുത്തെ കുരിശിറക്കണമെന്ന് ശാഠ്യഭാവത്തോടെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. അവരുടെ മറുപടിക്ക് ശക്തി കൂടി വരികയും ചെയ്തു. അവസാനം പിലാത്തോസ് ജനങ്ങളെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി അവരുടെ ആഗ്രഹത്തിന് വഴങ്ങി കൊടുത്തു. കവർച്ചയും കൊലപാതകവും മൂലം കലഹത്തിൽ അടക്കപ്പെട്ടിരുന്നവനെ അവരുടെ ആവശ്യപ്രകാരം അദ്ദേഹം സ്വതന്ത്രനാക്കി.
ഈശോയെ അവരുടെ യുദ്ധത്തിന് വിട്ടുകൊടുക്കുകയും ചെയ്തു. അനന്തരം പിലാത്തോസ് ഈശോയെ ചമ്മട്ടി കൊണ്ട് അടിച്ചു. പടയാളികൾ ഈശോയെ കൊട്ടാരത്തിൽ അങ്കണത്തിലേക്ക് കൊണ്ടുപോയി. സൈനികങ്ങളെല്ലാം അവിടെ വിളിച്ചുകൂടി. അനന്തരം അവിടുത്തെ വസ്ത്രത്തിൽ മാറ്റി ഒരു ചുവന്ന മേലയും ധരിപ്പിച്ചു. മുള്ളുകൊണ്ടോട് മുടിയുണ്ടാക്കി ശിരസിന്മേൽ വെച്ചു. വലതു കൈയിൽ ഒരു ഞാങ്ങണയും കൊടുത്തു. പിന്നീട് അവർ അവിടുത്തെ മുന്നിൽ മുട്ടുകുത്തി യൂദന്മാർ രാജാവേ വന്ദനം എന്ന് പറഞ്ഞ് പരിഹസിച്ചു. അവിടുത്തെ കരണത്തടിച്ചു. അനന്തരം ഞാങ്ങണയെടുത്ത് ശിരസിലടക്കി തുപ്പുകയും ചെയ്തു. പിലാത്തോസ് വീണ്ടും പുറത്തേക്ക് വന്ന് അവരോട് പറഞ്ഞു, മുൾക്കിരീടവും ചുവന്ന മേലയും ധരിച്ചിരുന്ന ഈശോയെ ഉടനെ പുറത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ പിലാത്തോസ് അവരോട് പറഞ്ഞു, പ്രധാനാചാര്യന്മാരും പരിചാരകരും അവിടുത്തെ കണ്ടപ്പോൾ അട്ടഹസിച്ച് പറഞ്ഞു, അവനെ കുരിശിൽ തറയ്ക്കുക. പിലാത്തോസ് പ്രതിപദിച്ചു. അപ്പോൾ യൂദന്മാർ പിലാത്തോസിനോട് പറഞ്ഞു, ഞങ്ങൾക്കൊരു നിയമമുണ്ട്. ആ നിയമം അനുസരിച്ച് അവൻ വധശിക്ഷയ്ക്ക് അർഹനാകുന്നു. എന്തുകൊണ്ടെന്നാൽ താൻ ദൈവപുത്രനാണെന്ന് അവൻ അവകാശപ്പെടുന്നു. അത് കേട്ടപ്പോൾ പിലാത്തോസ് അത്യധികം ഭയപ്പെട്ടു. അതിനാൽ വീണ്ടും അകത്തു ചെന്ന് അദ്ദേഹം ഈശോയോട് ചോദിച്ചു. ഈശോ അതിന് മറുപടി നൽകിയില്ല. പിലാത്തോസ് വീണ്ടും അവിടത്തോട് ചോദിച്ചു, എന്നോട് നിങ്ങൾ മറുപടി പറയുകയില്ലേ? നിങ്ങളെ കുരിശിൽ തറയ്ക്കാനും വിട്ടയക്കാനും എനിക്ക് അധികാരമുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ഈശോ ഇപ്രകാരം മറുപടി പറഞ്ഞു. അവിടുന്ന് അവിടെ നേരത്തെ ഇങ്ങനെ ചെയ്തു. ജെറുസലേം മുസ്ലിമാരെ, നിങ്ങൾ എന്നെ പറ്റി കരയേണ്ട. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് കരയുവിൻ. മധ്യകൾക്ക് ഗർഭം ധരിക്കാത്ത ഉദരങ്ങൾക്കും പാലൂട്ടാത്ത വയോജനങ്ങൾക്കും ഭാഗ്യമെന്ന് മനുഷ്യ പറയുന്ന കാലം വരുന്നു. അന്നവർ പർവ്വതങ്ങളോട് ഞങ്ങളുടെ മേൽ വീഴുവനെന്നും മലകളോട് ഞങ്ങളെ മുടിവരെന്നും പറഞ്ഞു തുടങ്ങും. പച്ചമരത്തോട് ഇതാണ് ചെയ്തതെങ്കിൽ ഉണക്കമരത്തിന് എന്താണ് സംഭവിക്കുക? വധിക്കപ്പെടാനുള്ള 2 കുറ്റവാളികളെയും ഈശോയുടെ കൂടെ അവർ കൊണ്ടുപോയിരുന്നു. രാഹുൽ തായിലെത്തിയപ്പോൾ മീറ കലർത്തിയ വീഞ്ഞ് അവിടത്തേക്ക് കുടിക്കുവാൻ കൊടുത്തു. അവിടുന്ന് രുചിച്ചു നോക്കി, എങ്കിലും കുടിച്ചില്ല. അനന്തരം അവർ ഈശോയെ കുറിച്ച് തറച്ചു. വലുതും ഇടതുമായ 2 കള്ളന്മാരെയും കുറിച്ച് തറച്ചു. ദുഷ്ടന്മാരുടെ കൂടെ അവർ എണ്ണപ്പെട്ടു എന്ന തിരുവെഴുത്ത് അങ്ങനെ നിറവേറ്റുകയും ചെയ്തു. കുരിശിൽ കിടന്നുകൊണ്ട് അവർ ഇപ്രകാരം അരുളി ചെയ്തു. പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ. എന്തു
എന്തുകൊണ്ടെന്നാൽ തങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് ഇവർ അറിയുന്നില്ല. ഈശോയുടെ പേരിലുണ്ടായിരുന്ന ആരോപണം പിലാത്തോസ് ഒരു പലകമേൽ എഴുതി കൊടുത്ത് അവിടുത്തെ കുരിശിന്മേൽ തറച്ചിട്ടുണ്ടായിരുന്നു. ആ എഴുത്ത് ഇങ്ങനെയായിരുന്നു: യൂദന്മാരുടെ രാജാവായ നസ്രായനായ ഈശോയെ കുരിശിൽ തറച്ച സ്ഥലം പട്ടണത്തിന് സമീപത്തായിരുന്നതിനാൽ യൂദന്മാർ പലരും അത് വായിച്ചു. ഹീബ്രു, ലത്തീൻ, ഗ്രീക്ക് എന്നീ 3 ഭാഷകളിലും അത് എഴുതിപ്പെട്ടിരുന്നു. അതിനാൽ പ്രധാനാചാര്യന്മാർ ചെന്ന് പിലാത്തോസിനോട് പറഞ്ഞു, യൂദന്മാരുടെ രാജാവെന്നല്ല, താൻ യൂദന്മാരുടെ രാജാവെന്ന് അവൻ പറഞ്ഞു എന്നാണ് എഴുതേണ്ടത്. പിലാത്തോസ് മറുപടി പറഞ്ഞു, ഞാൻ എഴുതിയത് തന്നെ. ഈശോയെ കുറിച്ച് തറച്ച ശേഷം പടയാളികൾ അവിടുത്തെ വസ്ത്രങ്ങൾ 4ആയി പങ്കിട്ടെടുത്തു. അവിടുത്തെ മേലങ്കയ്ക്ക് മുകൾ മുതൽ അടിവരെ നെയ്യപ്പെടുത്തായിരുന്നതിനാൽ അവർ പറഞ്ഞു, അത് കീഴല്ല, അതാർക്കുള്ളതായിരിക്കണമെന്ന് നമുക്ക് നറുക്കിട്ട് നിശ്ചയിക്കാം. എന്റെ വസ്ത്രങ്ങൾ അവർ പങ്കിട്ടെടുത്തു, എന്റെ മേലങ്കയ്ക്കായി അവർ നറുക്കിട്ടു എന്ന തിരുവെഴുത്ത് നിർവഹിക്കണമല്ലോ. അതുകൊണ്ടാണ് പടയാളികൾ ഇങ്ങനെയെല്ലാം ചെയ്യാനിടയായത്. പടയാളികൾ ഈശോയുടെ പക്കൽ കാവലിരുന്നു. സംഭവിച്ചതെല്ലാം നോക്കിക്കൊണ്ട് ജനങ്ങൾ അവിടുത്തെ തന്നെ നിന്നു. വഴിയെ കടന്നു പോയിരുന്നവർ പുച്ഛഭാവത്തിൽ തലകുലുക്കിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു, നീ ദേവാലയം നശിപ്പിച്ചിട്ട് 3 ദിവസം കൊണ്ട് വീണ്ടും അത് പണിയുന്നവരല്ലേ, നീ നിന്നെ തന്നെ രക്ഷിക്കുക. അപ്രകാരം തന്നെ പ്രധാനാചാര്യന്മാരും നിയമജരും ജനപ്രമാണികളും പരിഹാസഭാവത്തിൽ പരസ്പരം ഇങ്ങനെ പറഞ്ഞു, ഇവർ മറ്റുള്ളവരെ രക്ഷിച്ചു, തന്നെ തന്നെ രക്ഷിക്കാൻ ഇവർ കഴിയുന്നില്ലല്ലോ. ഇസ്രായേലിലെ രാജാവായ രക്ഷിക കുരിശിൽ ഇറങ്ങി വരട്ടെ, അതുകൊണ്ട് നമുക്കും അവനെ വിശ്വസിക്കാം. ഇവൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട രക്ഷികയാണെങ്കിൽ തന്നെ തന്നെ രക്ഷിക്കട്ടെ. ഇവൻ ദൈവത്തെ ആശ്രയിച്ചിരുന്നല്ലോ, അവിടുന്ന് ഇവരിൽ സംതൃപ്തനാണെങ്കിൽ ഇപ്പോൾ ഇവനെ രക്ഷിക്കട്ടെ. താൻ ദൈവത്തിനാണല്ലേ ഇവൻ പറഞ്ഞിരിക്കുന്നത്. പടയാളികളും ഈശോയെ പരിഹസിച്ചിരുന്നു. ചൊല്ലു കൊടുക്കുവാൻ അട്ടിയെന്നപ്പോൾ അവ ഇപ്രകാരം പറഞ്ഞു, നീ യൂദന്മാരുടെ രാജാവാണെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുക. ഈശോയുടെ കൂടെ കുരിശിറക്കപ്പെട്ടിരുന്ന കള്ളന്മാർ പോലും അവിടുത്തെ നിന്ദിക്കുകയാണ് ചെയ്തത്. അവരിൽ ഒരുവൻ പുച്ഛഭാവത്തിൽ അവനോട് ഇങ്ങനെ പറഞ്ഞു, അത് കേട്ട് മറ്റവൻ അവനെ ശകാരിച്ചു. നമ്മുടെ കാര്യം പറഞ്ഞാൽ നാം അതിന് അർഹനാണ്. എന്നാൽ അദ്ദേഹം ഒരു ഉത്തരം ചെയ്തിട്ടില്ല. അനന്തരം അവൻ അവിടത്തോട് ഇങ്ങനെ അപേക്ഷിച്ചു, ഈശോയെ, അങ്ങയുടെ രാജ്യത്തിൽ വരുമ്പോൾ എന്നെ കൂടെ ഓർക്കണമേ. ഈശോ അവരോട് അരുൾ ചെയ്തു, നീ ഇന്ന് എന്നോട് കൂടെ പരദീസനായിരിക്കുമെന്ന് ഞാൻ നിന്നോട് വാഗ്ദാനം ചെയ്യുന്നു. ഈശോയുടെ കുരിശിനടുത്ത് അവിടുത്തെ അമ്മയും അമ്മയുടെ സഹോദരിയും കയ്യാഫാസിന്റെ ഭാര്യയായ മറിയവും മഗ്ദലേന മറിയവും നിന്നിരുന്നു. അമ്മയും താൻ സ്നേഹിച്ചിരുന്ന ശിഷ്യന്മാരും സമീപത്ത് നിൽക്കുന്നു കണ്ടപ്പോൾ ഈശോ അമ്മയോട് അരുൾ ചെയ്തു, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. അനന്തരം അവിടുന്ന് ആ ശിഷ്യനോട് അരുൾ ചെയ്തു, ഇതാ നിന്റെ അമ്മ. ഉടൻ തന്നെ ആ ശിഷ്യന്മാർ അവളെ സ്വീകരിച്ചു. സമയം 6 മണിയായി. പെട്ടെന്ന് സൂര്യൻ ഇരുണ്ടുപോയി. 9 മണി വരെ നാട് മുഴുവൻ അന്ധകാരമായിരുന്നു. ഏകദേശം 9 മണിയായപ്പോൾ ഈശോ ഉച്ചത്തിൽ നിലവിളിച്ചു, ഏൽ ഏൽ ലമാ സബക്താനി, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്തുകൊണ്ടാണ് അങ്ങനെ ഉപേക്ഷിച്ചത്? അടുത്തു നിന്നിരുന്നവർ അത് കേട്ട് ഇങ്ങനെ പറഞ്ഞു, ഇതാ അവൻ എലിയെ വിളിക്കുന്നു. അനന്തരം സമസ്തം നിറവേറ്റി കഴിഞ്ഞുവെന്ന് ഗ്രഹിച്ച് വിശുദ്ധ ലിഖിതത്തിന്റെ പൂർത്തീകരണത്തിനായി ഈശോ ഇപ്രകാരം അരുളി ചെയ്തു, എനിക്ക് ദാഹിക്കുന്നു. ചുരുക്കം നിറച്ച ഒരു പാത്രം അവിടെ ഉണ്ടായിരുന്നു. ഉടനെ ഒരാൾ ഓടിച്ചെന്ന് നിർപ്പഞ്ഞിയെടുത്ത് ചുരുക്കായി മുക്കി ഒരു ഞാങ്ങണമേൽ വച്ച് കിട്ടി അവിടുത്തെ അതിരോട് അടുപ്പിച്ചു. അത് കണ്ട് മറ്റുള്ളവർ പറഞ്ഞു, നിനക്ക് ഏലിയാവിനെ രക്ഷിക്കാൻ വരുമോ എന്ന് കാണട്ടെ. ഈശോ ചുരുക്കരിച്ച ശേഷം ഇങ്ങനെ അരുളി ചെയ്തു, എല്ലാം പൂർത്തിയായിരിക്കുന്നു. അവിടുന്ന് വീണ്ടും ഉറക്കെ നിലവിളിച്ച് പറഞ്ഞു, പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. അനന്തരം അവിടുന്ന് തല ചായ്ച്ച് ആത്മാവിനെ സമർപ്പിക്കുകയും ചെയ്തു. നമുക്ക് മുന്നിലായിരുന്നു
നമുക്കെല്ലാവർക്കും മുട്ടുകുത്തി സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, പ്രിയ കുഞ്ഞുങ്ങളെ, ഈശോയുടെ അതേ കാൽപ്പാടുകൾ പിന്തുടരുവാനായി മാമോദീസായിലൂടെ നമ്മളെടുത്ത അതേ തീരുമാനം, അതിനെക്കുറിച്ച് നമ്മൾ ഓർമ്മിപ്പിക്കുന്ന സുദിനങ്ങളാണല്ലോ ഈ ഒരു വെള്ളിയാഴ്ച എന്ന് നമ്മളെ സഭ ഓർമ്മിപ്പിക്കുക. കുരിശിലേക്ക് നോക്കിക്കൊണ്ട് കുരിശ് നമുക്ക് വേണ്ടി പാടുപീഠകളേറ്റ ക്രിസ്തുവിലേക്ക് നമ്മുടെ ദൃഷ്ടികൾ ഉയർത്തിക്കൊണ്ട് ഓരോ നിമിഷവും നമ്മുടെ ജീവിതം നമ്മൾ നയിക്കണമെന്ന് സഭാമാതാവ് നമ്മുടെ ഓരോരുത്തരെയും പ്രിയപ്പെട്ട മക്കളെന്ന ബന്ധം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. വിശുദ്ധ പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ ഒന്നാം ലേഖനം 2-ാമത്തെ അധ്യായം 2-ാമത്തെ തിരുവചനം. ഞാൻ ഇടയിൽ കാണിക്കുമ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ചല്ലാതെ ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും അറിയേണ്ടതെന്ന് ഞാൻ തീരുമാനിച്ചു. നമ്മളെ പോലെ തന്നെ ഈ ഭൂമിയിൽ ദൈവത്തിന്റെ പദ്ധതി പ്രകാരം മനുഷ്യനായിട്ട് ജീവിച്ച് മനുഷ്യമായ എല്ലാ അനുഭവങ്ങളിലൂടെ കടന്നുപോയി പകവഴിച്ച് എല്ലാ കാര്യങ്ങളിലും കർത്താവ് നമ്മളെ പോലെ സമനായിക്കൊണ്ട് ഓരോ നിമിഷവും നമ്മുടെ കൂടെയായിരുന്നു ജീവിച്ചു. ഈശോയുടെ കുരിശിന്റെ വഴി നമ്മൾ ഓരോരുത്തരും നടന്ന വഴികൾ തന്നെയാണെന്ന് നമുക്ക് എല്ലാവർക്കും നല്ല നിശ്ചയമുണ്ട്. കൂടെയുണ്ടാകുമെന്ന് കരുതിയവർ പലരും ഇട്ടിട്ട് പോയിട്ടുള്ള നിമിഷങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കാം. എന്നാൽ പ്രതീക്ഷിക്കാത്ത പലരും നമ്മെ ചേർത്ത് നിർത്തിയിട്ടുണ്ട്. ശിമിയോനെ പോലെയും ബെറോനിക്കായെ പോലെയും എല്ലാവരും ഉപേക്ഷിച്ചപ്പോഴും അവസാനം വരെ കൂട്ടുകൊണ്ടായിരുന്ന ഒരമ്മ, ഒരപ്പൻ, ഒരു പ്രിയ സുഹൃത്ത് നമുക്കും ഉണ്ടായിരിക്കാം. അമ്മയെപ്പോലെ നമ്മെ ചേർത്ത് നിർത്തിയവരും നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കാം. തീർച്ചയായിട്ടും കർത്താവിന്റെ അതേ കാൽപ്പാടുകൾ നമ്മൾ പിന്തുടരുമ്പോൾ, ക്രിസ്തുവിന്റെ അതേ അനുഭവത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, ക്രിസ്തുവിനെ തന്റെ രക്ഷയ്ക്ക് വേണ്ടി, മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി പിതാവ് ഒരുക്കിയതുപോലെ തന്നെ നമ്മെ കർത്താവിന്റെ പദ്ധതി പ്രകാരം ഒരു നിമിഷമാണെന്ന് നമുക്ക് എപ്പോഴും മനസ്സിലാക്കാം. പുരസ്ലേഖ ഒരിക്കൽ കൂടി നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നഷ്ടത്തിലൂടെ ചലിക്കുന്നവർക്ക് കുരിശിന്റെ വചനം പൊക്ഷമാണ്, രക്ഷയുടെ ചലിക്കുന്ന നമുക്കോ അത് ദൈവത്തിന്റെ ശക്തിയത്രേ. ഞങ്ങളാകട്ടെ യഹൂദർക്ക് ഇടർച്ചയും വിജാതിയർക്ക് പക്ഷത്വവുമായ ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നു. ലൂക്കാസ് വിശേഷത്തിൽ പ്രധാനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. യേശുവിന്റെ അതേ വചനം ഉച്ചരിച്ചുകൊണ്ട്, ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ അവൻ തന്നെ പരിചരിച്ച് തന്റെ കുരിശമെടുത്ത് എന്റെ പിന്നാലെ വരട്ടെ. തീർച്ചയായിട്ടും ഈ ഒരു വർത്തമാന കർത്താവ് നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ ഓരോ ക്രിസ്തു ശിഷ്യനും ക്രിസ്തു ശിഷ്യയും നമ്മുടെ അനുദിന ജീവിതത്തിലെ കുരിശുകളെ പേറിക്കൊണ്ട് ക്രിസ്തുവിനോടൊപ്പം യാത്ര ചെയ്യേണ്ടവരാണെന്ന് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. Dear children, today the church stands at the foot of the cross, silent, sorrowful, yet full of awe. It is not a day of celebration, but of deep contemplation. A day when the Son of God was crucified for each one of us, when divine love was poured out
through suffering, silence, and sacrifice. And you know, Saint Catherine of Siena once said like this: "It is not nails that led Jesus to the cross, but love." തീർച്ചയായിട്ടും പിതാവിന്റെ സ്നേഹം പുത്രനായ ഈശോയിലൂടെ കരകവിഞ്ഞൊഴുകിയ നിമിഷമാണ് ക്രൂശിലേക്ക് നമുക്ക് നോക്കുമ്പോഴായിട്ട് മനസ്സിലാക്കുന്നത്. ക്രിസ്തു പ്രകാരം ജീവിച്ചവനാണെന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യെശയ്യാ പ്രവാചകൻ പ്രകാരം ഓർമ്മിപ്പിക്കുന്നുണ്ട്. പരീക്ഷന് ആശ്വാസം നൽകുന്ന വാക്ക്, ദൈവമായ കർത്താവ് എന്നെ ശിശുവിനെ എന്ന പോലെ അഭ്യസിപ്പിച്ചു. പ്രഭാതം തോറും അവിടെ നിന്റെ കാതുകളെ ശിശുവിനെ എന്ന പോലെ ഉണർത്തുന്നു. ദൈവമായ കർത്താവ് എന്റെ കാതുകൾ തുറന്നു. ഞാൻ എതിർക്കുകയോ പിന്മാറുകയോ ചെയ്തിട്ടില്ല. അടിച്ചവർക്ക് പുറവും താടിവീശ പരിച്ചവർക്ക് കവടി ഞാൻ കാണിച്ചു കൊടുത്തു. നിന്ദനയിൽ നിന്ന് തുപ്പലിൽ ഞാൻ മുഖം തിരിച്ചില്ല. ദൈവമായ കർത്താവിനെ സഹായിക്കുന്നതിനാൽ ഞാൻ പതറുകയില്ല. ഞാൻ എന്റെ മുഖം ശിലാതുല്യമാക്കി. എനിക്ക് രസിക്കേണ്ടി വരികയില്ലെന്ന് ഞാൻ അറിഞ്ഞു. എനിക്ക് വിധി നടത്തുന്നവൻ എന്റെ അടുത്തുണ്ട്. തീർച്ചയായിട്ടും ക്രിസ്തു ജീവിച്ച അതേ വചനങ്ങള് യെശയ്യാ പ്രവാചകൻ നമുക്ക് പകർന്നു നൽകുമ്പോൾ ഞാനും നിങ്ങൾക്കും ഒരു നിമിഷം അനുഭവിക്കുന്ന സ്ഥലത്തിന് എപ്രകാരം നമ്മൾ വ്യാപരിക്കണമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന വചനമാണ്. ഈ ഒരു വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്ക് സൂക്ഷിക്കാം. ക്രിസ്തുവിന്റെ കാൽപ്പാടുകൾ പിടിച്ചെടുക്കാനായിട്ട് നമുക്ക് ഏവർക്കും സാധിക്കട്ടെ. അതിനുശേഷം പ്രകാരം യെശയ്യാ പ്രവാചകൻ പറയുന്നുണ്ട്, തൈശ്ശേരി പോലെ പണ്ട് ഭൂമികൾക്ക് നമ്മുടെ പോലെ അവൻ അവിടുത്തെ മുമ്പിൽ വളർന്നു. സിദ്ധാർത്ഥമായ രൂപഭംഗിയോ ഗംഭീരമോ ആകർഷമോ സൗന്ദര്യമോ അവനുണ്ടായിരുന്നില്ല. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. അവൻ വേദനയും ദുഃഖവും നിറഞ്ഞവനായിരുന്നു. അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു. ഈ ഓരോ ചിന്തകളും വചനങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ അത്രമാത്രം അർത്ഥവത്തായിരിക്കാം. എങ്കിലും പതറേണ്ട കാര്യമില്ല, കുതിരേണ്ട കാര്യമില്ല എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന നിമിഷങ്ങളാണ്. നമ്മെ പ്രധാനം ഓർമ്മിപ്പിക്കുന്നുണ്ട്. റോമ 8:18 നമുക്ക് വെളിപ്പെടുവാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ വെറും നിസ്സാരമാണ്. ഓരോ സ്ഥലങ്ങളിൽ നിന്നുള്ള വലിയൊരു ബോധ്യം സഭാമാതാവ് ഈ ഒരു സുദിനത്തിൽ നമുക്ക് നൽകുകയാണ്. Today, Jesus fulfills the prophecy of Isaiah in and through his passion. His silence began before his accusatory body and his unrelenting obedience to the Father all speaks of the love on the cross. തീർച്ചയായിട്ടും ക്രിസ്തുവിന്റെ അതേ കപ്പാടുകൾ നമുക്ക് വിചാരിക്കാം. സമയത്തിന് അപ്പുറം ഒരു കൃപയിൽ നിന്നും ഓരോ നന്മയ്ക്കും അപ്പുറം കർത്താവ് അടുത്ത ഒരു കൃപ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ കരുതിയിരിക്കാം. Jesus offering prayers and supplications with loud cries and tears. He embraces the cup the Father gives him, and through it becomes the source of eternal salvation. വിശുദ്ധനായ ജോൺ രണ്ടാമൻ മാർപ്പാപ്പ ഇപ്രകാരം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. Cross is a school of love. Cross that always teaches us that how to love each other, how to express our love. തീർച്ചയായിട്ടും സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ സ്നേഹിക്കുന്നതിനു വേണ്ടി ഞാൻ ഏറ്റെടുക്കുന്ന ത്യാഗത്തിന്റെ വിലയാണ്. നമ്മുടെ ത്യാഗം ഏറ്റെടുത്തുകൊണ്ട് ക്രിസ്തുവിന്റെ പകർപ്പായിട്ട് മാറുവാനായിട്ട് നമുക്ക് ഏവർക്കും സാധിക്കട്ടെ. എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാ സുഹൃത്തുക്കളും ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് അനുദിനം ക്രിസ്തുവിനായി സാധിക്കട്ടെ. ക്രിസ്തുവിനായ ക്രിസ്തു നമ്മുടെ ഓരോരുത്തരെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ ഇടവകയെയും രക്ഷയുടെ അനുഭവത്തിലേക്ക് എത്തുവാനായിട്ട് ഇടയാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ.
മഹോന്നതമായ ഈശ്വരാദിയെ സർവ്വസ്വരങ്ങളിൽ സ്തുതിക്കുവാൻ നിനക്കെന്നെ പ്രവർത്തിക്കുകയും ചെയ്യണമേ. കർത്താവേ, നിന്റെ സമാധാന ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തണമേ. കർത്താവിന്റെ സത്യം പ്രദർശിക്കട്ടെ. ഞങ്ങളെ പുതിയ വീടുകളാക്കുകയും സ്തോത്രമായിരിക്കുകയും ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് സംരക്ഷണമായി പഠിക്കട്ടെ. ഉപദേശിച്ചുകൊണ്ട് ശിഷ്യന്മാരെ വിശിഷ്ടമായ പ്രാർത്ഥന വിശ്വാസം ആർജിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, എനിക്കെന്റെ രക്ഷകാ മുഖമൊന്നു കാണണം, കൊതി തീരുവോളമെൻ കണ്ണുകൾക്ക്. എനിക്കെന്റെ രക്ഷകാമുഖമൊന്നു കാണണം, കൊതി തീരുവോളമെൻ കണ്ണുകൾക്ക്. ഈ മഹാപാപിതൻ കുറ്റങ്ങളൊക്കെയും ചുമലിൽ വഹിച്ചവനൽ
കൊതി തീരുവോളമെൻ കണ്ണുകൾക്ക് നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അത് സാപത്തിനുള്ള ഒരുക്കത്തിൻ്റെ ദിവസമായിരുന്നു. ആ സാപത്ത് ഒരു വലിയ ദിവസമായിരുന്നു. സാപത്തെ ശരീരങ്ങൾ കുരിശിൽ കിടക്കാതിരിക്കുവാൻ വേണ്ടി പെടുത്താനുകൾ തകർക്കുവാനും അവരെ നീക്കം ചെയ്യുവാനും യൂദാസ് പിലാത്തോസിനോട് ആവശ്യപ്പെട്ടു. യഹൂദർ പിലാത്തോസിനോട് ആവശ്യപ്പെട്ടു. അതിനാൽ പടയാളികൾ വന്ന് അവരുടെ കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്ന രണ്ടുപേരുടെയും കാലുകൾ തകർത്തു. അവർ ഈശോയെ സമീപിച്ചപ്പോൾ അവൻ മരിച്ചു കഴിഞ്ഞു കാണുകയാൽ അവന്റെ കാലുകൾ തകർത്തില്ല. എന്നാൽ പടയാളിൽ ഒരുവൻ അവന്റെ പാശത്തിൽ കൊന്നുകൊണ്ട് കുത്തി. ഉടനെ അതിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു. അത് കണ്ടിയാൽ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു, അവന്റെ സാക്ഷ്യം സത്യമാണ്. നിങ്ങളെ വിശ്വസിക്കേണ്ടതിന് താൻ സത്യമാണ് പറയുന്നതെന്ന് അവൻ അറിയുകയും ചെയ്യുന്നു. അവന്റെ അസ്ത്രങ്ങളിൽ ഒന്നുപോലും തകർക്കപ്പെടുകയില്ല എന്ന് തിരുവെഴുത്ത് പൂർത്തിയാക്കുവാൻ വേണ്ടിയാണ് ഇത് സംഭവിച്ചത്. മറ്റൊരു തിരുവെഴുത്ത് പറയുന്നു, നിങ്ങൾ കുത്തി മുറിവേൽപ്പിച്ചവനെ അവർ നോക്കി നിൽക്കും. യഹൂദരുടെ ഫയനിമിത്തം ഈശോയുടെ രഹസ്യനായി കഴിഞ്ഞ അരവച്ചേക്കാൻ ജോസഫ് ഈശോയുടെ ശരീരം എടുത്തു മാറ്റുവാൻ പിലാത്തോസിനോട് അനുവാദം ചോദിച്ചു. പിലാത്തോസ് അനുവാദം നൽകി. അവൻ വന്ന് ശരീരം എടുത്തു മാറ്റി. ഈശോയെ ആഴ്ചയിൽ ചെന്ന് കണ്ട നിക്കോദേമോസും അവിടെ എത്തി. മീറയും സിരുനായകവും ഏകദേശം 100 സുഹൃത്തുക്കളെയും അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവർ ഈശോയുടെ ശരീരമെടുത്തു. യഹൂദ സംസ്കാരത്തിനനുസരിച്ച് സുഹൃത്തുക്കളുടെ കൂടെ കസേരയിൽ പൊതിഞ്ഞു. അവൻ കുരിശിക്കപ്പെട്ട സ്ഥലത്ത് ഒരു തോട്ടവും ഉണ്ടായിരുന്നു. ആ തോട്ടത്തിൽ അതുവരെ ആരെയും സംസ്കരിച്ചിട്ടില്ലാത്ത ഒരു പുതിയ കല്ലറയും ഉണ്ടായിരുന്നു. യഹൂദരുടെ ദിവസമായിരുന്നതിനാൽ കല്ലറ സമീപത്തായിരുന്നതിനാലും അവർ ഈശോയെ അവിടെ സംസ്കരിച്ചു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, നിന്റെ സമാധാന ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും സ്ഥാപിക്കണമേ. നിന്റെ വഴിയിൽ സഭയെ ശക്തിപ്പെടുത്തുകയും അവരുടെ സന്താനങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ സഭയിൽ നിനക്ക് സ്ത്രീ ബഹുമാനവും
ആരാധനയിൽ എപ്പോഴും സമർപ്പിക്കുവാൻ ഇടയാകട്ടെ. സകലത്തിന്റെയും നാരായണേക്കും. പ്രാർത്ഥിക്കാം. സമാധാനത്തോടുകൂടി നമുക്ക് സംഗീതം ഏറ്റുചൊല്ലാം. എന്റെ കൈകളും കാലുകളും അവർ തുറച്ചു, അസ്ഥികളെല്ലാം നാരായി അവൻ എന്നെ തുറച്ചു നോക്കി. എന്റെ വസ്ത്രം അവൻ ഭാവിച്ചെടുത്തു, അങ്ങേക്ക് വേണ്ടി അവർ കണക്കിട്ടു. കർത്താവേ, അങ്ങ് എന്നിൽ നിന്ന് അകന്നു പോകരുതേ. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്റെ സഹായത്തിന് വേഗം വരണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവിന് വേണ്ടി നമുക്ക് ശ്രമിക്കാം. പിതാവിന്റെ മോഹത്തിന്റെ തേജസ്സുമനാദിയിൽ ജനിച്ചവനും സൃഷ്ടികൾക്കും സമയത്തിന്റെ അതീതനും സമയത്തിന്റെ പൂർണ്ണതയിൽ മനുഷ്യനായ ഈശ്വരമായ വിശുദ്ധ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. യമുനാൻ മാതാവിൽ നിന്ന് മാമോദീസ സ്വീകരിച്ചുകൊണ്ട് തന്റെ പരിസരം ആരംഭിച്ചവനും അത്ഭുതങ്ങളും അടയാളങ്ങളും വഴി തന്റെ ദൈവത്വം ധരിച്ചവനും വിജയശ്രീരാജനായ പട്ടണത്തിൽ പ്രവേശിച്ചവനും പീഡകൾ സഹിച്ച് അതേ ദിവസം പുരുഷനിൽ സ്വയം അർപ്പിച്ചവനും മൂന്നാം ദിവസം എഴുന്നേറ്റ ദാനചരിതനുമായ ഈശോ മിശിഹ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സകലത്തിന്റെയും നാഥനും എല്ലാത്തിന്റെയും പരിപാലനമായ കർത്താവിൽ നിങ്ങളെ പ്രത്യാശിക്കുകയും സ്ഥലപ്പെടുകയും ചെയ്യുകയും അനുതാപത്തോടെ നിരൂപണ നിങ്ങളുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിച്ച് നിലകളോടൊപ്പം സുരാജനങ്ങളെയും വിശദാർഹനാകട്ടെ. കർത്താവിന്റെ പരിശുദ്ധ ശുദ്ധിയുമായ അടയാളത്താൽ നിങ്ങളെല്ലാവരും എല്ലാ റൂട്ടിൽ നിന്ന് സംരക്ഷിതമാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും.